തെലുങ്ക് സിനിമയ്ക്ക് 'ബാഹുബലി' എന്തായിരുന്നോ, കന്നഡ സിനിമയ്ക്ക് അതായിരുന്നു 'കെജിഎഫ്'. അതുവരെ കന്നഡ സിനിമ കണ്ടിട്ടില്ലായിരുന്ന വലിയൊരു വിഭാഗം ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് കന്നഡ സിനിമ ആദ്യമായി എത്തി. ആ ചിത്രത്തിലൂടെ പിന്നീട് വന്ന രണ്ടാം ഭാഗം ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ സാമ്പത്തിക വിജയങ്ങളിൽ ഒന്നായി മാറി. ഇപ്പോഴും ഹൈസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ സിനിമകളുടെ ടോപ്പ് 10 ലിസ്റ്റിലേക്ക് 'കെജിഎഫ് 2' തന്നെ ഉണ്ട്. കെജിഎഫിലൂടെ പാൻ ഇന്ത്യൻ അപ്പീൽ നേടി യശിൻ്റെതായി മറ്റൊരു ചിത്രം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. 'ടോക്സിക്' എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് മലയാളി സംവിധായകയായ ഗീതു മോഹൻദാസ് ആണ് എന്നതും കൗതുകം. 2 ദിവസം മുമ്പ് യശിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തെത്തിയ ചിത്രത്തിന്റെ ടീസർ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ യശ് അടക്കമുള്ള ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 500 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിലെ നായകൻ എന്നതിനൊപ്പം സഹരചയിതാവ് കൂടിയാണ് യശ്. പുറത്തെത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 50 കോടിയാണ് ചിത്രത്തിൽ യശിന്റെ പ്രതിഫലം. സ്ത്രീ കഥാപാത്രങ്ങൾ ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ 5 നായികാ താരങ്ങളുണ്ട് നിരയില്. നയൻതാര, ഹുമ ഖുറൈഷി, രുക്മിണി വസന്ത്, കിയാര അദ്വാനി, താര സുതാര്യ എന്നിവരാണ് അവർ. ഇതിൽ ഏറ്റവും അധികം പ്രതിഫലം നയൻതാരയ്ക്കും കിയ അദ്വാനിക്കുമാണ്. നയൻതാരയ്ക്ക് 12 മുതൽ 18 കോടി വരെയാണ് ലഭിക്കുന്നതെങ്കിൽ കിയാര അദ്വാനിക്ക് ലഭിക്കുന്നത് 15 കോടിയാണ്. രുക്മിണി വസന്തിന് 3 മുതൽ 5 കോടി വരെ ലഭിക്കുമ്പോൾ ഹുമ ഖുറൈഷി, താര സുതാര്യ എന്നിവർക്ക് 2 മുതൽ 3 കോടി വരെ ലഭിക്കും. വിജയ് ചിത്രം ജനനായകന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം. രാജീവ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം.